എല്ലാവർക്കും വിജയ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് വെള്ളികുളത്താണ്. വെള്ളികുളത്ത് എന്തിനാ വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓട്ടിന് വേണ്ടി വന്നാണ്. ജിനുവേൻ്റെ വീട് ഇവിടെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ജിനുവേൻ്റെ ഓട്ട് ഇവിടെയാണ്. ജിനുവേൻ ഓട്ടൊക്കെ ചെയ്ത് വന്നു. ഞങ്ങളപ്പോൾ ഇവിടെ ഇതിൽ ഇങ്ങനെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ കണ്ട് വീഡിയോ പിടിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഓർത്തത് ഇൻട്രോ പറഞ്ഞില്ലല്ലോ എന്ന്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഇൻട്രോ പറയുന്നത്. ഇത് കുക്കു, ഇത് ഞങ്ങളുടെ അനിയൻ കുക്കു. ഇവന്റെ ഒരു ചാനലുണ്ട്, കുക്കൂസ് വ്ലോഗ്. അപ്പം ഞങ്ങളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ആ ചാനലിൽ കൂടെ കയറി ഇവനെ കൂടെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഞങ്ങളുടെ അനിയന്മാരാണ്. അപ്പൂസ്, ആൽബിൻ. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു എന്ന് പറ. ഒന്നും ചെയ്യുന്നില്ല, തിങ്കളാഴ്ച തൊട്ട് എക്സാമാ. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ റഷ്യക്ക് കയറ്റി അയക്കാൻ പോകുന്ന അവരുടെ ചാനലിൽ വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ്. വിജയ് വ്ലോഗിന്റെ ഭയങ്കര വീഡിയോ എടുത്താ. ഇതാണ് വെള്ളികുളം പള്ളി. നല്ല അടിപൊളി പള്ളിയാണ്. നല്ല രസമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ. താഴോട്ടൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. ഈ കാണുന്നതാണ് അത്തി. കണ്ടിട്ട് ഈ അത്തിപ്പഴം കഴിക്കാൻ കൊള്ളാമെന്നാണ് പറയുന്നത്. അല്ല ഫ്രണ്ട്സ്, എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, ഇതുപോലെ ഒരു അത്തി തന്നെയല്ലേ നമ്മൾ കഴിക്കുന്ന ഉണക്കിയിട്ടൊക്കെ. അറിയാത്ത കാര്യം ഒരിക്കലും പറയരുത്. അത് കൺഫേം ആക്കിയിട്ട് മാത്രമേ പറയാവൂ. അല്ല, അന്നേരത്തേനല്ലേ അപ്പൂസ് വന്നു. ഇത് നമ്മുടെ തണലത്തിയാണ്. തണലത്തി ചെറുതും വലുതും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. നിലത്തൂടെ ഇതുണ്ടാകുന്നുണ്ടല്ലോ കൊറേ അല്ലേ. വേറെ കൂടെ ഇത് മിക്കവാറും പള്ളികളിലുള്ള ഒരു ഐറ്റമാണ്. അത് മിക്കവാറും പള്ളികളിൽ കാണും. ഈ അത്തി അത് ജാതി ചോദിക്കരുത്, പറയരുതെന്നല്ലേ. അത് നമുക്ക് ആ ജാതിയല്ല, ഇത് ജാതിക്ക. ഇത് ജാതി. ഇതാണ് ജാതി മരം. അവിടെയൊക്കെ ഒന്ന് താഴെ വീണാക്കല്ലേ. ഇവിടെ ഭയങ്കര ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ചാനലിൽ കാണാം നമ്മുടെ ഇതിന്റെ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ കാണാലോ. നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അതിമനോഹരമായ നാടിന്റെ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. ഓടണ്ടടി, പതിയോട്, പതിയപ്പോ. നീ ഇവിടെ കേറിക്കോ. നല്ല ഇറക്കമല്ലേ. കുക്കൂസ് വ്ലോഗിൽ വീഡിയോ നല്ല തകർത്തിടാനുള്ള. എടാ പുറകോട്ട് പോയി വീടല്ലേ കേട്ടോ വീഡിയോ എടുത്ത്. ഇനി നാളെ ഞങ്ങളുടെ വ്ലോഗിനകത്ത് പിന്നെ വീഡിയോ എടുത്ത് അനിയൻ താഴെ പോയ കാഴ്ച എന്ന് പറഞ്ഞിട്ട് ഇടേണ്ടി വരും. ജനിച്ചു വളർന്ന സ്ഥലമല്ലേ. ജനിച്ചു വളർന്ന സ്ഥലമാണെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ രസമായിരിക്കും. പ്രശ്നമല്ല. ഉപ്പിടാതെ കാണിക്കും. അങ്ങോട്ട് നോക്കിട്ട് അങ്ങോട്ട് നോക്കിട്ട് കുഞ്ഞാവേ എന്തൊക്കെയോ പറയുന്നുണ്ട്. വിജയ് വ്ലോഗിലേക്ക് സ്വാഗതം എന്നൊക്കെയാന്ന് തോന്നുന്നു. ഛർദിക്കുന്നു, ഭയങ്കര ഛർദിയാണ്. കുഞ്ഞാവയ്ക്ക് ഭയങ്കര ഛർദിയുള്ള കുഞ്ഞാവയാണിത്. ഈ കുഞ്ഞാവയാണ് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കൊരു മറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഐ ബട്ടണിൽ ലിങ്ക് ഉണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് കാണുക.
അപ്പൊ അന്ന് വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞാവയാണ് ഈ ഇന്ന് കുഞ്ഞാവ. എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാവ. ഇവന്റെ പേരെന്നാടി? വീട് എന്നാണ് തോറ്റുണ്ട് നമുക്ക്. ആദം. ആദം ഇവനാണ് ആദം. എന്തിയടാ ഹവ്വ എന്നിട്ട്? ആദം ആദം അജിത്ത് എന്നാണ് പേര്. നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് എടുക്കാന്ന് പറയും അങ്കിളിനോട്. ഇത് കണ്ടോ ഒരു ഇതുണ്ടോ ഇതിന്റെ ഇല നോക്കി ഒരു റോസ് കളറാവുന്ന. കണ്ടോ ആ പാത്രത്തിൽ അതിന്റെ കളർ ഇത് കണ്ടോ ഇതിന്റെ ഇല കണ്ടോ? നല്ല രസമല്ലേ? ഇതാണ്ട് നീ പറഞ്ഞ ആ ചെടി ഇത് കണ്ടോ നോക്കി? നല്ല ചോന്നത് നേരത്തെ പറിച്ചല്ലേ? കണ്ടിട്ടേ ഇല്ല ചെടി അങ്ങനത്തെ. ഇതുണ്ടോ അതിനകത്ത് ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട്. അതല്ലേ ഇപ്പൊ അപ്പുറത്തുനിന്ന് എടുത്തേ. അതന്നെ നമ്മളെ പറിച്ച. അതിന്റെ 2-3 ചെടി ഞാൻ പറിച്ചിട്ടുണ്ട്. പൂവല്ല അതാ ഇല തന്നെയാണ്. കണ്ടോ നല്ല റോസ് കളറായിട്ട് നല്ല രസമല്ലേ? അല്ല അങ്ങനത്തെ കൂട്ട് കുഞ്ഞു പിന്നെയും മതിയായിരുന്നു. അത് ഉണങ്ങിയില്ലായിരിക്കും. ഇപ്പൊ ഞാൻ ഉണക്കിയിട്ടത്. നീ സറിട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഉടുപ്പൊക്കെ ഉടുപ്പിട്ട് സുന്ദരനായി. ഞാൻ വീഡിയോയില് വസ്ത്രാഭിഷേകം ചെയ്ത് കാണിക്കണ്ട. അങ്ങോട്ട് നോക്ക് വീഡിയോയിലോട്ട് നോക്കിക്ക്. അയ്യോ പൂവുണ്ട്. ഇതാണ് കുക്കുവിന്റെ ചെടിത്തോട്ടമാണ്. ഇവന് ഒത്തിരി പരിപാടികളുണ്ടല്ലേ? ഇവൻ തന്നെ ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ടയറിനകത്ത് ഇതുപോലെ ചെടികൾ ചെയ്തിട്ട്. അത് കണ്ടിട്ട് ഇവൻ ചെയ്തതാണ്. എന്തായാലും നല്ല ഇതായിട്ടുണ്ട്, പെട്ടെന്ന് വളർന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആരാ കാപ്പിക്കുരി ഉണങ്ങാൻ വെച്ചിരിക്കുന്നുണ്ടല്ലേ? ഇതാണ് കാപ്പിക്കുരു ഉണങ്ങാൻ വെച്ചിരിക്കുന്നത്. ഇത് ഉണങ്ങി ഇവിടെ തന്നെ പൊടിക്കുവോ? കാപ്പിക്കുരു ഉണങ്ങിയിട്ട് ഇവിടെ തന്നെ പൊടിക്കുവോ? ആണോ? നമ്മുടെ ഇവിടുത്തെ കാപ്പിക്കുരു ആണോ? അതെയോ? ഉണങ്ങാനായിട്ട് പ്ലേറ്റ് വെച്ചിരിക്കുന്നു. ഞപ്പിക്കൊണ്ടിരിക്കുന്നു. അവൻ പാപ്പ വന്ന് ചോദിച്ചു ഞപ്പിയതായിരിക്കും. ആണോടാ നീ ഞപ്പിക്കൊണ്ടിരിക്കുവായിരുന്നോടാ? ഞപ്പിക്കൊണ്ടാ പല്ലു വന്നോ കൊച്ചിന്? ആദംകുട്ട അതുമോൻ നീല പാത്രത്തില് ചെടി എനിക്ക് വേണ്ട. കാണിച്ച് ഇതെന്നാടി ഇത്? ഉപ്പിലിട്ട് വാങ്ങിയോ? ഇതെന്നാ മച്ചി കെട്ടിപ്പൊതിയുന്നേ? ഉപ്പുമാങ്ങ അമ്മച്ചി എന്നോട് പറയായിരുന്നു നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നതാണെന്ന്.
അത് ഞാൻ നേരം പറഞ്ഞ് മരിച്ചു കഴിയുമ്പോ വെച്ചാ പോലെ മരിക്കുന്നതിന് മുമ്പായിരുന്നു ഫോട്ടോ വെക്കിയല്ലോ അമ്മച്ചി. അപ്പൊ നമുക്ക് അതിനായിട്ട് വീഡിയോ എടുത്തു വെക്കാം, അതാകുമ്പോ അമ്മച്ചിന്റെ ജീവനോടെ എല്ലാവർക്കും കാണാലോ. എപ്പോഴും കാണാലോ. ഫോട്ടോയിൽ കാണുന്നല്ലോ വീഡിയോയിൽ കാണുന്നത്. വീഡിയോയിൽ പറയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഞാൻ ഈയിടെ ഞങ്ങളുടെ അടുത്തൊരാൾ മരിച്ചേ, അന്നേരം അവിടെ ചെന്നപ്പോൾ ഞാൻ പാവപ്പെട്ടവരായിരുന്നു. പക്ഷെ അങ്ങനെ ആരും എടുത്തു നോക്കുമെന്ന് ഓർത്തില്ലേ. പക്ഷെ ജന്മദിനത്തിന് 7-ാം ദിവസം ചെന്നപ്പോൾ അവിടെ ഫോട്ടോ ഉണ്ട്. അന്നേരം ഞാൻ ഓർത്തു എൻ്റെ ഫോട്ടോ. അതെന്നെ എടാ നീ നിനക്ക് ഇതെല്ലാം അറിയാവോ? നീ ഇതെല്ലാം കേട്ടായിരുന്നോ? അമ്മച്ചിയുടെ നല്ലൊരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് ഇവിടെ വെക്കണം. അമ്മച്ചി തന്നെ അമ്മച്ചി പറഞ്ഞേ. അമ്മച്ചി 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 എന്നെ അമ്മച്ചി പറഞ്ഞേ. അങ്ങനെ എങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന്. എന്നെ പ്രേമിക്കണോന്നോ? ഇത്രയും പ്രായമായെന്നൊന്നും ഓർക്കണ്ട. 90 വയസ്സായിട്ട് ഇനി പ്രേമിക്കാനോ? എന്റെ ദൈവമേ, മതി. അത് വേണ്ട, എനിക്ക് മനസ്സിലായി. മതി, കൊണ്ടുപോയി വണ്ടിക്കകത്ത്. ഓരോരോ കവർ എനിക്ക് തരും. എന്നാ പിന്നെ ഞാനൊന്നും ഉടനെ അമ്മച്ചിനെ പിടിച്ച് നിങ്ങൾ വയറലാന്ന് നോക്കണ്ട. മാസ് ഡയലോഗ് അമ്മ ഇപ്പഴാ പറഞ്ഞത്. അല്ല അതല്ല, നീ ഇത്രയും ദിവസം നിന്നിട്ട് എടുത്തില്ലല്ലോ. തന്നെയാണ് ഈ മാങ്ങാണ്ടി മുമ്പിക്കൊണ്ട് നടക്കുന്നേ. നീയും വീഡിയോയ്ക്ക് എടുത്ത് കരഞ്ഞോണ്ടിരിക്കാതെ. എന്നാലും ഇട്ടു, ഇത് ലൈവ് പോവുക. യൂട്യൂബിലും ഫേസ്ബുക്കിലും കൂടെ ഒരുമിച്ചാ പോകുന്നു. അതെ, ലൈവ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതി വരുവേ, ഓരോരുത്തർ കമന്റ് ഇടും. ഇത് അങ്ങനത്തെ കൂട്ടല്ലേ, ഇത് യൂട്യൂബില്. അതാ നമ്മള് നേരത്തെ കണ്ട നമ്മള് ഫോട്ടോഷൂട്ട് നടത്തിയ മറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തിയ കെട്ടിയവനും എത്തിയിരിക്കുകയാണ്. കൊച്ചിനെ ഇട്ടേച്ച് രണ്ടുപേരും കറങ്ങാൻ പോയേക്കുമായിരുന്നു. രണ്ടുപേരും രാവിലെ ഞങ്ങൾ ഇവിടെ 10 മണിയായപ്പോൾ വന്നാ, 10 മണിയായപ്പോൾ രണ്ടുപേരും കാണാതെ പോയതാ. എന്നിട്ട് ഇപ്പോഴാണ് സമയം 5 മണിയായി. അത് ഞാൻ സ്ലോ മോഷൻ ആക്കിക്കോളാം. ഉണ്ടോ, രണ്ടുപേരും കൊച്ചിനെ ഇവിടെ ഇട്ടേച്ചിട്ട് പോയി കറങ്ങാൻ വേണ്ടി പോയേക്കുവാ. നാണമില്ലേടി നിങ്ങക്ക്? കൊച്ചിനെ ഇട്ടേച്ചിട്ടുണ്ട്. വീഡിയോ ഇടുന്ന കേട്ടോ. നീ അവിടെ കൂടെ ഒരു കാര്യം പറഞ്ഞൂടെ, അവനും വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. ഞാനൊന്നും എടുത്തത് ഞങ്ങളപ്പോ ഇവിടുന്ന് പോവാണ്, വീട്ടിലേക്ക് പോവാണ്. എല്ലാവരോടും എല്ലാവർക്കും ടാറ്റ. ടാറ്റാ. കാണത്തില്ല അവരെയൊന്നും. അമ്മച്ചി പോവാ. അപ്പൊ ഞങ്ങള് അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇപ്പം വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.